നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പണ്ട് കാലത്തൊരു ഓർമ്മയാണ് കേട്ടോ. പൊട്ടിയ ചട്ടകമോ ചിരട്ടക്കയിലോ ഉപയോഗിച്ച് അടുപ്പ് ചാലിൽ നിന്ന് വെണ്ണീർ ഒരു പാളയിലേക്കോ അല്ലെങ്കിൽ ഒരു പഴയ കിണ്ണത്തിലേക്കോ വാരിക്കളയുമ്പോൾ പൊടിയോടൊപ്പം വരുന്നൊരു ഗന്ധമുണ്ട്. ചിലപ്പോൾ അത് മൂക്കിൽ കയറി ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ചുണ്ട് നനച്ച വെണ്ണീറിൻ്റെ രുചി അറിയും. കോരിയെടുത്ത വെണ്ണീർ വിറകുപുരയുടെ മൂലയിലേക്ക് കൊണ്ടിടുമ്പോൾ അവിടെ ഒരു ചെറിയ കൂർക്കമലി കേൾക്കാം. അത് വീട്ടിലെ പൂച്ചയായിരിക്കും കേട്ടോ. ആ ദിവസം തുടങ്ങുന്ന ആ രാവിലെകളൊക്കെ എത്ര സന്തോഷവും സുന്ദരമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അടുക്കളയുടെ മുകൾ ഭാഗത്തുള്ള വിറക് വെക്കുന്ന ആ ഒരു സ്ഥലത്തിന് അട്ടം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ അടുപ്പിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ അടുപ്പിൽ വെന്ത സാധനങ്ങൾ ഇറക്കി വെക്കാനും വെള്ളക്കലം, ചിലപ്പോൾ ഉപ്പ് ഭരണി, പഞ്ചസാര പാത്രം, ബാക്കിയുള്ള നമ്മുടെ സ്ഥലമാണ് കേട്ടോ വെക്കാനൊക്കെ ഉള്ള. കഴുകിയ പാത്രങ്ങളും മൺകലങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അധികം കഴുകിയിട്ട് വെക്കാറുള്ളത്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെഞ്ച്, ഒരു മേശ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഡൈനിങ് ടേബിൾ. ചില സമയത്തൊക്കെ ഇവിടെ ഇരുന്നാണ് അധികം ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അട്ടെന്ന് പറയുന്ന ഇതിൻ്റെ മുകളിലാണ് നമ്മൾ 2 വിറക് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ഇതിൽ മഴക്കാലത്തേക്ക് വേണ്ട വിറകുകൾ നമ്മൾ അടുക്കുന്നത്. ചില സമയത്തൊക്കെ മഴക്കാലത്ത് ചില വർഷമൊക്കെ നമ്മളിവിടെ വിറക് എടുക്കാറുണ്ട്. താഴെയുള്ള അടുപ്പിൻ്റെ പുകയും കരിയും ചെന്നിട്ട് ഇവിടുത്തെ ചൂടൊക്കെ തട്ടിയിട്ട് ആ വിറകൊക്കെ ഉണങ്ങാനായിട്ട് നല്ലതാണ് കേട്ടോ. എണ്ണമയം ഉണ്ടാവും, എന്നാലും കരി കൊണ്ട് നിറയുകയൊക്കെ ചെയ്യും. പണ്ട് കാലത്തൊക്കെ മൃഗങ്ങൾക്കും പ്രത്യേകിച്ച് പശുക്കൾക്കൊക്കെ എന്ത് മുറിവുണ്ടായാലും ഈ ഒരു കരിയാണ് തേക്കുക കേട്ടോ. പണ്ട് തറവാട്ടിലൊക്കെ എൻ്റെ ഉമ്മയുടെ ഉപ്പൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചിലർ ഉള്ളടക്കരി, ഇല്ലടക്കരി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറയും അട്ടക്കരി എന്നാണ്. പണ്ടൊക്കെ അടുപ്പിൻ്റെ സൈഡിൽ ഒരു തൂങ്ങിയാടുന്ന ഉറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ പഴയ വിത്തുകൾ, പച്ചക്കറികൾക്കുള്ള വിത്തുകളൊക്കെ ഉണക്കാനായിട്ട് അതിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഒരുപാട് നമ്മൾ തറവാട്ടിലൊക്കെ താമസിച്ചപ്പോൾ ആ ഒരു ഓർമ്മ ഇപ്പോഴും എനിക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ അടുപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു മണ്ണെണ്ണ വിളക്ക്, തീപ്പെട്ടി, തീ ഊതാനുള്ള ഒരു കുഴൽ ഒക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എന്നും കാണുന്ന കാഴ്ചകളല്ലേ. ഇനിയിപ്പോൾ അടുപ്പ് തീ കൂട്ടുക എന്നാണ് കേട്ടോ. ദിവസവും രാവിലെ അടുപ്പ് തീ കത്തിച്ച് തുടങ്ങുക എന്നാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ തീ കത്തിക്കട്ടെ എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ട് ആ ഒരു ചടങ്ങാണ് കേട്ടോ. നമ്മൾ രാവിലെ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെക്കുക. ഗ്യാസൊക്കെ ഇല്ലാതിരുന്ന ആ സമയത്ത് നമ്മൾ ഫസ്റ്റിൽ വെക്കുന്നത് ചായക്ക് വെള്ളം വെക്കുക, ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു. ചില സമയത്ത് തീ പിടിപ്പിക്കാനായിട്ട് നന്നായിട്ട് പാടുപെടാറുണ്ട്. ചിലപ്പോൾ ഓലക്കൊടി, ചുള്ളിവിറകൊക്കെ വെച്ചിട്ട് നമ്മൾ തീ പിടിപ്പിക്കും. വല്ലാതെ മെടുക്കുമ്പോൾ ഒരു സൂത്രപ്പണിയുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ട് കുറച്ച് മണ്ണെണ്ണ അങ്ങോട്ട് ഒഴിക്കും. ഉമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മണ്ണെണ്ണ നല്ലോണം ഒഴിച്ചോ എന്നൊക്കെ പറയും. പണ്ട് കാലത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ. ചില സമയത്ത് തീ പിടിപ്പിക്കാൻ തുള്ളി മണ്ണെണ്ണ പോലും ഉണ്ടാവില്ല. അപ്പം നേരെ ഓടും അയൽപ്പക്കത്തേക്ക്, കുറച്ച് മണ്ണെണ്ണ തരുമോ തീ പിടിപ്പിക്കാനാണ്, അല്ലെങ്കിൽ കുറച്ച് കണൽ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതൊന്നും നമ്മുടെ പുതിയ തലമുറക്ക് അറിയില്ല. നമ്മളൊക്കെ ഇത് എത്ര കളിച്ചതാലേ, എത്രയോ ചെറുപ്പത്തിൽ തന്നെ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് ശീലിച്ചതാണ്. നമ്മൾ ഈ അടുപ്പിൽ നിന്ന് വാരിക്കളയുന്ന ചാരം അത്ര നിസ്സാരമല്ല കേട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചില വീടുകളിൽ ചില കർഷകരൊക്കെ ചെയ്യാറുള്ളത്. പിന്നീട് അത് വളമായിട്ട് തെങ്ങിൻ ചോട്ടിലോ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനീ പറയുന്നതും കാണിക്കുന്നതും എൻ്റെ പച്ചക്കറി തോട്ടമൊന്നുമല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരിയുടേതാണ്. പുറമെ പണിക്ക് പോകുന്ന ആളാണ്. എന്നാലും വൈകിട്ട് വരുന്ന ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിൽ നന്നായിട്ട് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്നത് നമുക്കും അവൾ തരാറുണ്ട് കേട്ടോ. കൊടുക്കാനൊന്നും ഒരു പിശുക്കുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ്. അതുപോലെ തന്നെ 1-ാം തരം ഒരു ഡിഷ് വാഷ് പൗഡറാണ് നമ്മുടെ ഈ ഒരു അടുപ്പിൽ നിന്ന് വരുന്ന ഈ ഒരു ചാരം. പണ്ടൊക്കെ നമ്മൾ തേങ്ങയുടെ ചകിരി, ഈ ഒരു ചാരും അല്ലെങ്കിൽ അലക്ക് സോപ്പും ഒക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണല്ലോ ഈ ഒരു വിമ്മും അതുപോലെ തന്നെ വിം ലിക്വിഡൊക്കെ വരുന്നത്. അന്നത്തെ ആ ഒരു ഏത് കരി പിടിച്ച പാത്രങ്ങളും നമ്മൾ തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നത് വെണ്ണീറും അതുപോലെ തന്നെ കരിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം സോപ്പോ ഈ ഒരു ചകിരി വെച്ചിട്ടൊക്കെ തന്നെയല്ലേ. അന്നൊന്നും നമുക്ക് കൈക്കൊരു അലർജിയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിം ഉപയോഗിച്ചാലൊക്കെ എല്ലാവർക്കും അലർജിയും പ്രശ്നങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഇവിടെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് നമ്മൾ നാളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോപ്പാണ് കേട്ടോ. ആ ഒരു
സോപ്പും വെണ്ണീറും കൂടി ആകുമ്പോൾ അലൂമിനിയം പാത്രങ്ങൾ നന്നായിട്ട് വെട്ടിത്തിളങ്ങാൻ, അതുപോലെ തന്നെ ഒട്ടും എണ്ണമയമൊന്നും ഇല്ലാണ്ട് നമുക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പണ്ടൊക്കെ നമ്മൾ പുറത്ത് വെച്ചിട്ടാണല്ലോ പാത്രങ്ങളൊക്കെ തേച്ച്, ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് വാഷ് ബേസിൽ തന്നെ എല്ലാ പാത്രങ്ങളും അങ്ങോട്ട് ഉരച്ച് കഴുകും. എല്ലാവർക്കും കുനിയാനും ഒക്കത്തിനും മടിയാണ് ഇപ്പോൾ പാത്രം കഴുകാനൊക്കെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ പറയുന്ന എനിക്ക് പാത്രങ്ങൾ പുറത്ത് കൊണ്ടുപോയിട്ട് തേച്ച് കഴുകാൻ ഭയങ്കര മടിയാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു കല്ലുണ്ടാവും, ആ കല്ലിൽ നന്നായിട്ട് കരിയൊക്കെ അരച്ച് പാത്രങ്ങളൊക്കെ ഒന്നിച്ച് അവിടെ കൊണ്ടുപോകും. ഒരാൾ തേച്ച് കഴുകും, ഒരാൾ തേച്ച് കൊടുക്കും, വേറൊരാൾ അത് കഴുകിയെടുക്കും. എന്നിട്ട് നമ്മൾ അത് ഓരോന്നോരോന്നായിട്ട് അടുക്കളയിൽ കൊണ്ട് അടുക്കി വെക്കാറാണ് ചെയ്യാറുള്ളത്. ഇന്നൊക്കെ ഇപ്പോൾ എല്ലാവരും എളുപ്പത്തിന് സിങ്കിലൊക്കെ വെച്ചിട്ട്, കരിയുള്ള പാത്രം പോലും സിങ്കിൽ വെച്ചിട്ട് ഞാനും കഴുകാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പം പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കറി വെക്കാൻ പോകുന്നത് കൂട്ടുകാരി തന്നിട്ടുണ്ടായിരുന്ന ചീരയിലുണ്ട്, പരിപ്പും ചീരയിലും തേങ്ങ അരച്ച് വെക്കണം. അതുപോലെ തന്നെ ഒരു വാഴച്ചുണ്ടും ഓള് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് തോരൻ വെക്കാനാണ് വിചാരിക്കുന്നത്. ഇന്ന് മീൻ കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരികയാണെങ്കിൽ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ നല്ലൊരു നാടൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ പരിപ്പ് തീമച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ കാന്താരിമുളക് കഴുകിയിട്ടാണ്ട് ഇട്ട് കൊടുത്താൽ മതി. കാന്താരിമുളക് പച്ചമുളകൊക്കെ ആണെങ്കിൽ കഴുകിയിട്ടാണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ കിടന്ന് നന്നായിട്ട് അലിഞ്ഞ് വെന്തോളും. അപ്പോൾ ചീരയിൽ ഇതാ ഞാനിനി അരിഞ്ഞെടുക്കാൻ പോവാണ്. വളമൊന്നും ചേർക്കാണ്ട് ചാണകവളം മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ് കേട്ടോ. അവളവിടെ ക്യാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ ഞാൻ കാണിച്ചല്ലോ വീഡിയോയിൽ. ഒരു ഇത്തിരി സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അവിടെയൊക്കെ അവൾ ഉള്ള സമയം കൊണ്ട് പച്ചക്കറികളൊക്കെ നട്ട് പിടിപ്പിക്കും കേട്ടോ. അത്രയ്ക്ക് ഉഷാറാണ്. പാചകം ചെയ്യാൻ മാത്രമല്ല കേട്ടോ, വാചകടിക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല നമ്മളെ അടുക്കളയിൽ. രാവിലെ നേരം വെളുത്ത വൈകുന്നേരം രാത്രിയാകുന്നവരെ അത്താഴം വരെയും അവിടെയാണ് നമ്മുടെ ഫുൾ സദസ്സ് അല്ലേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണിപ്പോൾ ഈ അടുക്കളയെക്കുറിച്ചുള്ള ഈ പഴംപുരാണം എന്നൊക്കെ. എൻ്റെ വീഡിയോയിൽ കുറേ നല്ല നല്ല കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പണ്ട് കാലത്തുള്ള ഓർമ്മകളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതൊക്കെ. വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാക്കുകൾ എനിക്ക് ഓർമ്മയുള്ള, എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞിട്ടുള്ള, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. മിക്ക ആളുകളുടെ മനസ്സിലും ഉണ്ടാവും കേട്ടോ ഈ ഒരു ഓർമ്മ, അടുക്കളയുടെ ഓർമ്മ എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു അടയാളമൊക്കെ തന്നെയാണല്ലോ പുതിയ വീടുകളിലുള്ള നല്ല അടുക്കള. ഉപയോഗിക്കാൻ ഇടയില്ല എന്ന് അറിഞ്ഞിട്ടും അവർ ഏതാണ്ട് എല്ലാ പുതിയ വീടുകളുണ്ട് വിറകടുപ്പ് എന്നൊരു അടുക്കള അല്ലേ. പണ്ടത്തെ നമ്മുടെ അടുക്കളയുടെ ഏറ്റവും വലിയ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞത് രാവിലെ നേരം വെളുത്ത് അവിടെ കിടന്ന് പണിയെടുത്ത് രാത്രി ആവോളം വേർത്ത് കുളിച്ച് ചോറും കറിയും ചായയും കടിയും വൈകുന്നേരത്തേക്കുള്ള ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ചോറാവുന്ന സമയത്ത് ഉമ്മാൻ്റെ ഒരു നീട്ടി വിളിയുണ്ട്, മക്കളെ ചോറുന്നാൻ വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് പാത്രത്തിലേക്ക് ഓരോരുത്തർക്കായിട്ട് വിളമ്പി കൊടുക്കും. ഓരോരുത്തർ ഓരോ മൂലയിലിരുന്ന് കഴിക്കും. അന്നൊക്കെ ഒരുമിച്ചിരിക്കും, പക്ഷേ ഡൈനിങ് ടേബിൾ അല്ലല്ലോ. കുട്ടികളോട് പറയും സൂക്ഷിച്ച് പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രം അവിടെ ഇവിടെ തട്ടി ചോറ് പോകല്ലേ. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ ഡൈനിങ് ടേബിൾ വന്നിരുന്ന് എല്ലാവരും കഴിക്കുകയാണല്ലോ. പണ്ടൊക്കെ അടുക്കളയിൽ പോയിട്ട് ചോറ് ഓരോരുത്തർക്ക് വിളമ്പി തരും, അത് കൊണ്ടുപോയി ഓരോ മൂലയിലിരുന്ന് കഴിക്കും. അങ്ങനെ വാചകടിക്കിടയിൽ ചോറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വാഴച്ചുണ്ട് തോരൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് ചീര തേങ്ങ അരച്ച് കറി വെച്ചതും കോരമീനാണ് കൊണ്ടുവന്നിരുന്നത്. പുതിയാപ്പിളക്കോര അത് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അച്ചാറുണ്ട്, കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അധികം ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തന്നെയാണ് ഇരുന്ന് കഴിക്കാറാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ നല്ല നാടൻ ഫുഡൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് പാചകങ്ങളും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അല്ല. വീഡിയോ ഇത്തിരി ലെങ്ത് ഉണ്ട്, എന്നാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഒരിക്കലും മറക്കല്ലേ കേട്ടോ.